Dear students, all of you are welcome to biology online class. In the previous class, we had learned about the digestion and which are the simple nutrients formed after digestion. കഴിഞ്ഞ ക്ലാസ്സിൽ ദഹനപ്രക്രിയ എന്താണെന്നും ദഹനഫലമായി ഉണ്ടാകുന്ന സിമ്പിൾ കമ്പോണൻസ് ഏതൊക്കെയാണെന്നും നമ്മൾ കണ്ടു. ഏതൊക്കെയാണ് ആ സിമ്പിൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടോ? കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയായും പ്രോട്ടീൻ, അമിനോ ആസിഡായും ഫാറ്റ്, ഗ്ലിസറോളും ഫാറ്റി ആസിഡായും മാറുന്നു. Today we are going to learn about the absorption of these simple nutrients. In the previous class, we had learned that the digestion of food gets completed and absorption of digested food takes place in the small intestine. Do you remember it? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഡൈജഷൻ കംപ്ലീറ്റ് ആകുന്നതും അതായത് ദഹനം പൂർത്തിയാകുന്നതും ആഗീരണ പ്രക്രിയ നടക്കുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണെന്ന് പറഞ്ഞു. Then how far is the structure of small intestine suitable for the absorption of these components? ഈ ലഘു ഘടകങ്ങളെ അതായത് നമ്മുടെ സിമ്പിൾ ന്യൂട്രിയൻസിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം ചെറുകുടലിൻ്റെ ഘടന അനുയോജ്യമാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. The small intestine of human is about 5 to 6 meters long. It is highly folded and forms a network in the abdominal cavity. മനുഷ്യൻ്റെ ചെറുകുടലിന് ഏകദേശം 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റി വളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായി ഒരു സംശയം തോന്നാം, 5 മുതൽ 6 മീറ്റർ വരെ നീളം, അത് എങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ? നമ്മുടെ ഉദരാശയത്തിൽ അതിങ്ങനെ പല പല മടക്കുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. So the movement of food through the small intestine is very slow. Moreover, many foldings are seen in the inner wall of small intestine. This helps in the process of digestion. മാത്രമല്ല, അപ്പോൾ ഇങ്ങനെ മടക്കുകളായി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് ഉപയോഗം? ചെറുകുടലിലൂടെ ആഹാരം വളരെ സാവധാനത്തിലേ നീങ്ങുകയുള്ളൂ. കൂടാതെ ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിൽ ധാരാളം മടക്കുകളുണ്ട്. ഇതും ദഹനപ്രക്രിയയെ വളരെയധികം സഹായിക്കുന്നു. ഇനി വില്ലൈ ആർ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് സീൻ ഇൻ ദ വാൾ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. വില്ലസ് സിംഗുലർ, വില്ലസ് എന്നത് സിംഗുലറും വില്ലൈ എന്നത് പ്ലൂറലുമാണ്. അപ്പോൾ ഇവിടെ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. വില്ലൈ ആർ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് സീൻ ഇൻ ദ വാൾസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. These increase the area of absorption of nutrients to a great extent within the small intestine. അപ്പോൾ വില്ലസ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട്സ് ദ അഡ്വാൻറ്റേജ് ഓഫ് വില്ലസ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇൻക്രീസ് ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. പോഷക ഘടകങ്ങളുടെ ആഗീരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ ആര് സഹായിക്കുന്നു? വില്ലസുകൾ സഹായിക്കുന്നു. Villi are covered with a single layer of cells. They also contain blood capillaries and lacteals. Lacteals means the lymph capillaries. അപ്പോൾ ഇതിൽ ഒരു വരി കോശങ്ങൾ കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ധാരാളം രക്തക്കുഴലുകളും ലാക്റ്റിയൽസും കാണപ്പെടുന്നു. ലാക്റ്റിയൽസ് എന്ന് പറഞ്ഞാൽ ലിംഫ് ക്യാപ്പിലറീസിനെയാണ് ലാക്റ്റിയൽസ് എന്ന് വിളിക്കുന്നത്. Absorption of nutrients and 90% of water absorption takes place in the villi. ഏകദേശം 90% ജലത്തിൻ്റെയും പോഷക ഘടകങ്ങളുടെയും ആഗീരണം നടക്കുന്നത്
വില്ലസുകളിലൂടെയാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് നോക്കാനുള്ളത് വില്ലസിൻ്റെ സ്ട്രക്ചറാണ്. വില്ലസിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അതുപോലെ അതിൻ്റെ ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെയും ലാക്റ്റിയൽസിൻ്റെയും ഫങ്ഷൻ. അപ്പോൾ ബ്ലഡ് ക്യാപ്പിലറീസും ലാക്റ്റിയൽസും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ത്രൂ ബ്ലഡ് ക്യാപ്പിലറീസ്. ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ്ഡ് ത്രൂ ലാക്റ്റിയൽസ്. അപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സ് എന്നിവ ബ്ലഡ് ക്യാപ്പിലറീസിലേക്കും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയൽസിലേക്കുമാണ് അബ്സോർവ് ചെയ്യുന്നത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലെ അബ്സോർഷനാണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അബ്സോർഷൻ ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. The digestive waste left after the absorption of nutrients move towards the large intestine. പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹന അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. അവിടെ വെച്ച് സാൾട്ട്, വാട്ടർ ഇതെല്ലാം എന്ത് ചെയ്യപ്പെടും? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടും. അതുമാത്രമല്ല, ചില ബാക്ടീരിയങ്ങൾ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വസിക്കുന്ന ചില ബാക്ടീരിയങ്ങൾക്ക് വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിൻ്റെ അബ്സോർഷൻ, ഈ വൈറ്റമിൻ കെയുടെ അബ്സോർഷനും എവിടെ വെച്ചാണ് നടക്കുന്നത്? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് നടക്കുന്നത്. സാൾട്ട്സ് ആൻഡ് വാട്ടർ ലെഫ്റ്റ് ആഫ്റ്റർ അബ്സോർഷൻ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആർ അബ്സോർബ്ഡ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. Certain bacteria residing in the large intestine produce a substance like vitamin K. Absorption of these substances also takes place in the large intestine. അപ്പോൾ ഈ വൈറ്റമിൻ കെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില ബാക്ടീരിയകൾ, അവിടെ വസിക്കുന്ന ചില ബാക്ടീരിയകളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അബ്സോർഷനും എവിടെ വെച്ച് തന്നെ നടക്കും? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നടക്കും. After this, the wastes are stored in the rectum and are excreted out through the anus. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രോസസ് ഓഫ് അബ്സോർഷൻ ആണ്. ആഗീരണ പ്രക്രിയകൾ. നമ്മൾ പറഞ്ഞില്ലേ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും അതുപോലെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ബ്ലഡ് ക്യാപ്പിലറീസിലേക്കും ലാക്റ്റിയൽസിലേക്കും ഒക്കെ അബ്സോർവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ആ അബ്സോർഷൻ പ്രോസസ്സുകൾ ഏതൊക്കെ പ്രക്രിയകളിലൂടെയാണ് ഈ അബ്സോർഷൻ നടക്കുന്നതെന്ന് നോക്കണം. Certain processes helps in the transport of materials across the membrane. They are diffusion, osmosis, facilitated diffusion and active transport. 4 തരത്തിലുള്ള അബ്സോർഷൻ പ്രോസസ്സുകളാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഡിഫ്യൂഷൻ. Diffusion is the movement of molecules from a region of higher concentration to a region of lower concentration. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സ്വയമേവ വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ. By diffusion, molecules move across the cell through the cell membrane. കോശസ്തരത്തിനകത്തേക്കും പുറത്തേക്കും പദാർത്ഥ തന്മാത്രകൾ ഡിഫ്യൂഷൻ വഴി വിനിമയം നടത്തുന്നുണ്ട്. ഇവിടെ എനർജി ഉപയോഗിക്കാതെയാണ് ഈ പ്രക്രിയ നടക്കുന്നത്. കാരണം കോൺസെൻട്രേഷൻ കൂടിയിടത്തു നിന്ന് കുറഞ്ഞിടത്തേക്ക് തന്മാത്രകൾ സ്വയം വ്യാപിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു എനർജി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദിസ് പ്രോസസ് ഡസൻറ്റ് റിക്വയർ എനി എനർജി. ഊർജം ആവശ്യമായി വരുന്നതേയില്ല. എക്സാമ്പിൾ, അബ്സോർഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഇൻറ്റു ലാക്റ്റിയൽസ്. ലാക്റ്റിയലുകളിലേക്കുള്ള, നേരത്തെ വില്ലസ് പറഞ്ഞപ്പോൾ ബ്ലഡ് ക്യാപ്പിലറീസും ലാക്റ്റിയൽസും പറഞ്ഞു. അപ്പോൾ ലാക്റ്റിയൽസിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ലാക്റ്റിയൽസിലേക്കുള്ള അബ്സോർഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഡിഫ്യൂഷന് എക്സാമ്പിളാണ്.
അടുത്തത് ഓസ്മോസിസ് ആണ്. Osmosis is the movement of water molecules from a region of higher concentration to a region of lower concentration through a semi-permeable membrane. ഓസ്മോസിസ് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്. അതും കോൺസെൻട്രേഷൻ കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് തന്നെ, പക്ഷേ അത് നടക്കുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴിയാണ്. അതാണ് ഡിഫ്യൂഷനും ഓസ്മോസിസും തമ്മിലുള്ള വ്യത്യാസം. ഡിഫ്യൂഷനിലും മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഓസ്മോസിസിൽ അങ്ങനെയല്ല. ഓസ്മോസിസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. This process continues till the concentration becomes equal. അപ്പോൾ കോൺസെൻട്രേഷൻ ഈക്വൽ ആകുന്നത് വരെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എനർജി ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഡിഫ്യൂഷനെ പോലെ തന്നെ ഇവിടെയും എന്തിൻ്റെ ആവശ്യമില്ല? എനർജിയുടെ ആവശ്യമില്ല. എക്സാമ്പിൾ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിലെയും വൻകുടലിലെയും ജലത്തിൻ്റെ ആഗീരണം എന്ന് പറയുന്നത് ഓസ്മോസിസിന് എക്സാമ്പിൾ ആണ്. And the next one is facilitated diffusion. Diffusion of certain molecules takes place with the help of protein molecules in the cell membrane. അതായത് ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. And this process is called facilitated diffusion. ഇതിനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ ആണ്, പക്ഷേ തനിയെ നടക്കൂല. അവിടെ ഒരു മോളിക്യൂളിൻ്റെ സഹായം വേണം. അത് സെൽ മെംബ്രെയിനിൽ തന്നെയുള്ള ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ് അതിന് സഹായിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ് ഇൻ ടു ബ്ലഡ് കാപ്പിലറീസ് ഈസ് ദ എക്സാമ്പിൾ. And the next one is active transport. At times, molecules are absorbed with the help of carrier proteins against concentration gradient. This process utilizes energy and is called active transport. Absorption of glucose and salt is example. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഗാഢതാ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെയും വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകളെ ആഗിരണം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്, അതായത് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഇതിലെല്ലാം നമ്മൾ കണ്ടത് മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതാണ് കണ്ടത്, അല്ലേ? അപ്പോൾ അവിടെ ഒന്നും എനർജിയുടെ ആവശ്യം വന്നില്ല. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഗാഢതാ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ് തന്മാത്രകളെ ആഗിരണം ചെയ്യുന്നത്. അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തു നിന്നും കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്ക് മോളിക്യൂൾസ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഒരു എനർജി ആവശ്യമാണ്. എനർജി കൊടുത്തേ ആ പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ, അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് സാൾട്ട്. ഗ്ലൂക്കോസിൻ്റെയും സാൾട്ടിൻ്റെയും അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയായപ്പോഴേക്കും നമ്മുടെ പാഠഭാഗം തീർന്നു. ഇനി കൺക്ലൂഷനാണ്. അതായത് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലേ, അതുപോലെ ഡൈജഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് എന്താണെന്നും അവ എങ്ങനെ ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുന്നു എന്നും കണ്ടു. അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ഡൈജഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയ പൂർത്തിയാകുന്നത്. നമ്മൾ കണ്ടു, അന്നനാളം, അതുപോലെ ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഓരോ സ്ഥലത്തും വെച്ച് ആഹാരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടു.
The process of digestion is completed through many complex actions in the digestive tract. It requires about 4 to 5 hours. ഓരോരുത്തരും കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവും അതിൻ്റെ കാഠിന്യവും അനുസരിച്ച് ദഹന പ്രക്രിയയുടെ ആ സമയത്തിൽ വ്യത്യാസം വരാം. ഒരു 4 മുതൽ 5 വരെ മണിക്കൂറാണ് പറയുന്നത്. ചിലർ വളരെ കുറച്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഡൈജഷൻ പെട്ടെന്ന് നടക്കും. ചിലർ നന്നായിട്ട് ആഹാരം കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ സമയത്തിൽ വേരിയേഷൻ ഉണ്ടാകാം. എന്തായാലും നമ്മുടെ ശരിയായ ആരോഗ്യത്തിന് നമുക്ക് ആഹാരം അത്യാവശ്യമാണ്. ദഹനത്തിലൂടെ വേർതിരിയുന്ന പോഷക ഘടകങ്ങളാണ് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നത്. അപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തിനാണ് എന്ന് ആദ്യം പറഞ്ഞായിരുന്നു. എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലേ? ദ ന്യൂട്രിയൻസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡൈജഷൻ മെയിൻറ്റെയിൻസ് അവർ ഹെൽത്ത്. If we choose food on the basis of taste, we may not have an adequate intake of all nutrients. ഇപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളെന്ന് പറയുമ്പോൾ അവർ ആഹാരം രുചി ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ രുചി മാത്രം നോക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കുകയില്ല. ഇപ്പോൾ മീൻ വറുത്തതും അല്ലെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും കിട്ടണമെങ്കിൽ നമ്മൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ലീഫി വെജിറ്റബിൾസും ഒക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കുകയുള്ളൂ. അതുപോലെ കോള പോലുള്ള പാനീയങ്ങൾ, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, രുചിക്കും നിറത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ചേർത്ത ഭക്ഷണം, ഇവയൊക്കെ തുടർച്ചയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ ഇത് സാരമായി ബാധിക്കും. വല്ലപ്പോഴും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ കോളകളും ഫ്രൈഡ് ഫുഡ്സും അതുപോലെ ഫുഡ്സ് കണ്ടെയ്നിങ് ആർട്ടിഫിഷ്യൽ കളർ ആൻഡ് പ്രിസർവേറ്റീവ്സ്, നമ്മളിപ്പോൾ ടിന്നിൽ അടച്ചേക്ക ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ അതിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇട്ടിരിക്കും, ഇത്ര നാളത്തേക്ക് കൊള്ളാം, ബെസ്റ്റ് ബിഫോർ 3 months ഫ്രം ഡേറ്റ് ഓഫ് പാക്കിംഗ്, ബെസ്റ്റ് ബിഫോർ 6 months ഫ്രം ഡേറ്റ് ഓഫ് പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കെമിക്കൽസ് കൂടി ആഡ് ചെയ്താണ് വെക്കുന്നത്, പ്രിസർവേറ്റീവ്സ് എന്ന് പറയും. അപ്പോൾ അതും കൂടെ നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് വളരെ എന്താ പറയുക, നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്താനും അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും സഹായകമായ ഭക്ഷണങ്ങളും ഭക്ഷണശീലവുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഓക്കെ.